പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ്. എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടവരാണ്. അതോടൊപ്പം നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോലെ മുറ പോലെ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് പോലെ കൃത്യമായിട്ട് നിർവഹിക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും നമസ്കാരത്തിന് നമുക്ക് പുരോഗതി വേണം. നമസ്കാരം കൂടുതൽ മനോഹരമാക്കി കൊണ്ടുവരിക. മനോഹരമാക്കി കൊണ്ടുവരിക എന്ന് വെച്ചാൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ചെയ്യരുത്, മറിച്ച് പ്രവാചകൻ എങ്ങനെയെല്ലാമോ നിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കല്ലേ. ആദ്യം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഒരു പോക്ക് പോവുക ചെയ്യല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിന് പോകാൻ സെക്കൻഡ് ഗിയറിലിട്ട് വണ്ടി എടുക്കും അല്ലേ. സ്റ്റാർട്ടിങ്ങിലായിക്കൊണ്ട് തന്നെ പിന്നെ രണ്ടാമത് സ്റ്റാർട്ടാക്കാൻ നോക്കും, ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റും. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഓരോന്നും പരീക്ഷിച്ച് നമ്മൾ നല്ല സ്മൂത്തായിട്ട് മാറും അല്ലേ. ചില ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടുകയാണെന്ന് തോന്നൂല, അത്രക്കും സോഫ്റ്റായിട്ട് കൊണ്ടുപോകാനറിയാം. അപ്പോൾ അടുത്ത് ഞാനൊരു കോട്ടയത്തേക്ക് പോയി. കോട്ടയത്തേക്കല്ല, തൃശ്ശൂരായിട്ടാണ് തോന്നുന്നു. തൃശ്ശൂരിലേക്ക് പോയി. ഒരു ടാക്സി കാറിൽ ഭയങ്കര സ്പീഡും ഭയങ്കര ബ്രേക്ക് എടുക്കലും ഒക്കെ ആയിപ്പോയി. ഞാൻ എൻ്റെ പെങ്ങളുമായിരുന്നു. അപ്പം പെങ്ങളൊക്കെ ഛർദ്ദിച്ചതായിപ്പോയി. അപ്പോൾ പെങ്ങൾ തന്നെ പറഞ്ഞു, അയാൾ ഭയങ്കര ബ്രേക്ക് എടുക്കലുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഛർദ്ദിക്കൂല. അപ്പോൾ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കൊണ്ട് ആ കടമ കഴിക്കുക, അവിടെ എത്തിക്കുക, തിരിച്ചിങ്ങോട്ട് എത്തിക്കുക, ശേഷം മറ്റൊരു ഓർഡറിന് പോവുക. അതാണ്. അപ്പം യാത്രക്കാർക്ക് സുഖമാക്കി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അതാണ്. അപ്പം പറഞ്ഞത് നമ്മൾ കൂടുതൽ നമ്മൾ അതിൽ ശ്രദ്ധിച്ച്, നമ്മൾ പ്രായമുള്ള ഡ്രൈവറാണ്, അതിലേക്ക് നമ്മൾ കൂടുതൽ ഡ്രൈവിങ് കൂടുതൽ മനോഹരമാക്കി കൊണ്ട് നടന്നാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഉള്ളവന് നാനോ കാറുണ്ട്. നാനോ കാർ എന്ന് പറയുമ്പോൾ സസ്പെൻഷനൊക്കെ വളരെ കുറഞ്ഞൊരു കാറാണ്. 1.25 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയ കാറാണ്. അപ്പോൾ അത്രയും സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ കുറവാണ്. സീറ്റിൽ കുഷ്യനില്ല, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. എന്നിട്ട് പോലും എൻ്റെ കാറിലിരിക്കും മക്കൾ പറയും, ഞാൻ വെറുതെ ചോദിക്കും, ഇപ്പം എൻ്റെ കാറിൽ പോകണമാണോ സുഖം, മറ്റുള്ള കാറിലാണ് പോയി പറയും, ഇപ്പം എൻ്റെ കാറാണെന്നാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകും. അവിടെ ഒരു തടസ്സം കണ്ടാൽ, പക്ഷെ ദൂരത്തെ തടസ്സം കണ്ടാൽ ഇവിടെ തന്നെ ബ്രേക്ക് എടുക്കാൻ തുടങ്ങും. വണ്ടിയിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ, വണ്ടീൻ്റെ പിന്നെ ഡാഷ്ബോർഡിന് മുകളിൽ ഗ്ലാസ് വെച്ചാൽ വെള്ളം ചിന്താതെ കൊണ്ടുപോകാൻ കഴിയും. പൊങ്ങച്ചം പറയില്ല കേട്ടോ. ഞാൻ അതിനെക്കൂടെയൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഞാൻ വെച്ചാൽ പണ്ടൊരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് സഹായി എന്നുള്ള പുസ്തകം ഉണ്ട്. അതിൽ പറഞ്ഞിരുന്നു, ഏറ്റവും നല്ല ഡ്രൈവർ വാഹനത്തിലിരിക്കുന്നവർ അറിയാതെ ഓടിക്കുന്നവനാണെന്നുള്ളൊരു പോയിന്റ്, ഒരു വാചകം എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കാൻ ശ്രമിച്ചു. എൻ്റെ ബൈക്കും ഞാൻ അങ്ങനെ തന്നെയാണ് ഓടിക്കൽ. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ വൈഫ് പറയും, രാജാവിൻ്റെ ബൈക്കിൽ പിന്നെ മറ്റുള്ളവരുടെ ബൈക്കിൽ കയറാൻ പറ്റില്ല. അവളെന്നെ രാജാവ് എന്നാണ് വിളിക്കൽ. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ടുണ്ട്, രാജാവെ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ശർക്കര കൊണ്ടുവരാൻ, ഒരു പാട്ട്. അത് അവർ 4 അനിയത്തിമാരൊക്കെ കൂടി ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ്. ഒരാൾ രാജാവെ എവിടെ പോകുന്നു ചോദിക്കും, മറ്റേ ആൾ പറയും ശർക്കര കൊണ്ടുവരാൻ, എന്തിനു പോകുന്നു ചോദിക്കും, ശർക്കര കൊണ്ടുവരാൻ, അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ എന്നെയും ചേർത്ത് പാടും. ഒരു കുട്ടിക്കളി വിട്ട് മാത്രമൊരു ആയിരുന്നു അവൾ. അപ്പോൾ ഞാനെന്ത് ചെയ്യും, അതിന് പാടി കൊടുക്കും, രാജാവെ എവിടെ പോകുന്നു. അപ്പോൾ ഞാൻ എവിടെ പോകുന്നു ചോദിക്കും, ഓൾ ചോദിക്കും എന്തിനു പോകുന്നു. ഇങ്ങനെ പാടി അവസാനം എന്നെ രാജാവിനെ വിളിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ അത് തടഞ്ഞതുമില്ല. അപ്പം പറഞ്ഞു തരുന്നത്, അവൾ മറ്റോട് പറഞ്ഞു കേട്ടു, രാജാവിൻ്റെ ബൈക്കിൽ പിന്നെ എനിക്ക് പോകണ പ്രശ്നം, മറ്റുള്ളവരുടെ ബൈക്കിൽ എനിക്ക് ഇരുന്നൂടെ വീഴാൻ പോകണ മാതിരി തോന്നും എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഓടിക്കുക. പറഞ്ഞു തരും, നമ്മൾ ഈ നിസ്കാരം നമ്മൾ കൂടുതൽ മനോഹരമാക്കി കൊണ്ടുവരിക. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത്, ഞാൻ പണ്ടൊക്കെ കോഴി കൊത്തുന്ന മാതിരി വേഗം പെട്ടെന്ന് നിസ്കരിച്ച് കഴിയും.
1-2 മിനിറ്റിൽ ഞാൻ 4 റക്അത്ത് നിസ്കരിച്ച് കഴിയും, അത്രക്കും സ്പീഡിൽ. അങ്ങനെ എൻ്റെ അമ്മാവൻ പറഞ്ഞു, അമ്മാവനാളെ നിസ്കരിക്കാൻ കൽപ്പിച്ചത് എന്നോട് ആദ്യമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയത്. അതിന് മുമ്പ് മാതാപിതാക്കൾ പറയാറുണ്ട്, ഞാൻ അനുസരിക്കാറില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നിർബന്ധിക്കാറില്ല. കാരണം ഏതൊരു മാതാവിനും മക്കളുടെ ഇഷ്ടം സൗകര്യമാണ് ഏറ്റവും വലുത്, മക്കളുടെ സന്തോഷം. അപ്പം വല്ലാതെ നിർബന്ധിക്കാറില്ല മാതാപിതാക്കൾ. പക്ഷെ അമ്മമാർക്ക് അത്ര സ്നേഹം ഉണ്ടാവില്ല. അമ്മമാർ കണിശരയാണ്, ചോദിക്കും, നിസ്കരിച്ചില്ല ചോദിക്കും. അപ്പം പിന്നെ അടിയും ചീത്തയും, ഇത് പലഹാരം കൊണ്ടുവന്നാൽ എനിക്ക് തരാതിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സഹി കെട്ടി നമസ്കരിക്കാൻ തുടങ്ങി. നമസ്കരിക്കുമ്പോൾ ആദ്യം ആർക്കും വേണ്ടി നിസ്കരിക്കുകയായിരുന്നു പതിവ്. കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കും. പിന്നെ അമ്മാവൻ പറഞ്ഞു, അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, പതുക്കെ നിസ്കരിക്കണം. പിന്നെ പറഞ്ഞു, നിസ്കാരത്തിൽ എന്താണെന്ന് ചെല്ലുന്നത് ശ്രദ്ധിച്ച് നിസ്കരിക്കണം. അപ്പം അത് സ്വായത്തമാക്കാൻ നോക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ നിസ്കരിക്കുമ്പോൾ മനസ്സ് മാറിപ്പോകും. കാരണം അത് ഞാനിപ്പോൾ ഒരു ഗൗരവത്തിൽ എടുക്കുന്നില്ല. കാരണം അത് കുറേ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. വേണമെങ്കിൽ കഴിയും. പക്ഷെ പ്രവാചകന് പോലും ശ്രദ്ധ മാറിപ്പോവാറുണ്ടായിരുന്നു. പ്രവാചകൻ 4 റക്അത്തിന് പകരം 5 റക്അത്തും 3 റക്അത്തൊക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നു. അതിന് പരിഹരിക്കാൻ വേണ്ടിയാണ് സഹ്വിൻ്റെ സുജൂദ് ഒക്കെ നിർബന്ധമാക്കിയത്, സുജൂദൊക്കെ പ്രാവർത്തികമാക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെറ്റ് പ്രവാചകന് പോലും പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് വലിയ ഗൗരവമാക്കി എടുക്കാറില്ല. മറിച്ച് ഞാൻ നമസ്കാരത്തിലാണെങ്കിലും എല്ലാവരെയും സമയത്തൊക്കെ അള്ളാഹുവിനെ കുറിച്ചും മഹദീമാമായാൽ എന്തൊക്കെ നയപരിപാടികൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കാറുള്ളത്. അതുകൊണ്ടത് നമസ്കാരത്തിൽ പെടാത്തൊരു ചിന്തയാകുന്നില്ല. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ചിന്തയും ആ ചിന്ത വഴി എനിക്ക് പുണ്യവും കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അത്ര ഗൗരവത്തിൽ എടുക്കാറില്ല. നിസ്കരിക്കുന്ന വാചകങ്ങളുടെ അറബി അതിൻ്റെ മലയാളം മനസ്സിലേക്ക് പതിയണമെന്നുള്ള ആ ഒരു തത്വം ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. അത് അവഗണിക്കുകയാണ് പതിവ്. കാരണം അത് നമുക്ക് അത്ര കൊണ്ട് കഴിയില്ല. കാരണം ദിവസങ്ങളോളം നമ്മൾ ഒരേ വാക്കുകളാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല എങ്ങനെ ആയാലും. ഇപ്പോൾ ഒരാളൊരു പ്രസംഗം പറയാം, അല്ലെങ്കിൽ ഒരു കഥ പറയാം, അപ്പോൾ നമ്മളത് ശരിക്കും ഗൗരവത്തിൽ ശ്രദ്ധിച്ച് ഇരിക്കുകയും, അത് തമാശ പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയും, ദുഃഖം വരുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കടം വരികയും ഒക്കെ, അതുപോലെ ആകാംക്ഷയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആകാംക്ഷയോടുകൂടി കേൾക്കുകയും കണ്ണു കൂർപ്പിക്കുകയൊക്കെ ചെയ്യും. ആ കഥ രണ്ടാമതും പറയുമ്പോഴോ അത്ര കൊണ്ട് ഇതുണ്ടാവില്ല. കാരണം കേട്ടതല്ല, അതിൻ്റെ ക്ലൈമാക്സ് എന്താ നമുക്കറിയാം. മൂന്നാമതും പറയുമ്പോൾ അത്ര ഉണ്ടാവില്ല. 4-ാമതും 5-ാമതും പറയുമ്പോൾ ഉണ്ടാവില്ല. 16-ാമത്തെ പ്രാവശ്യം പറയുമ്പോഴോ അത്ര ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ നമസ്കാരം തുടർച്ചയായിട്ട് നിർവഹിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഫാത്തിഹയുടെ അർത്ഥങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൽ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളുന്നില്ല. കാരണം അറിയുന്ന വാക്കാണല്ലോ. അപ്പോൾ ഞാൻ ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ പിന്നെ അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇതോടുകൂടി വായിക്കാൻ കഴിയാറില്ല. കാരണം 10 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രക്കും ഇങ്ങോട്ട് ശ്രദ്ധ കിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. പണ്ടൊരു ഫിലിം ഓപ്പറേറ്റർ എനിക്കറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അത്ഭുതത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സുഖമല്ലേ, സിനിമ എത്ര കാണാം, ഒരു സിനിമ എത്ര പ്രാവശ്യം കാണാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സിനിമ എത്ര പ്രാവശ്യം നമ്മൾ കാണുള്ളൂ, പിന്നെ അങ്ങനെ അതിൽ നോക്കിയിരിക്കും. കാരണം അതൊക്കെ അതിലേക്ക് നോക്കിയിരിക്കണം. പണ്ടത്തെ ഫിലിമാണ്, ഇപ്പോഴത്തെ മാതിരി സാറ്റലൈറ്റ് പ്രൊജക്ഷൻ അല്ല. പണ്ടത്തെ വലിയ ഫിലിമും അതിലൊരു കാർബൺ എന്ന സാധനമുണ്ട്. അതിങ്ങനെ അത് കത്തുമ്പോഴാണ് വെളിച്ചം വരുന്നത്. അപ്പം കാർബൺ കുറേ കത്തുമ്പോൾ തേഞ്ഞു പോകും. അപ്പോൾ തേഞ്ഞതിനനുസരിച്ച് എന്താവും, ഈ ചിത്രത്തിൻ്റെ ക്ലാരിറ്റി ലേശം കുറയും. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കണം, പുറത്തേക്ക് നോക്കാൻ വേണ്ടി പിന്നെ സിനിമ തിയേറ്ററിലെ സ്ക്രീനിലേക്ക് അവർ നോക്കിയിരിക്കണം. പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്യുക, ആ കഥയിലൊക്കെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുക ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം അത് ശ്രദ്ധിച്ച് കാണുള്ളൂ, ബാക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക ചെയ്യാന്ന് പറയാം. അപ്പോൾ അത് കുറേ മടുപ്പ് ആയിട്ട് അദ്ദേഹം ആ ജോലി ഒഴിവാക്കിയെന്നാണ് പറയാം. അങ്ങനെ വെറുതെ കണ്ടിരുന്നിട്ട് ഒറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് നമുക്ക് വലിയ ഇഷ്ടമാണ് എല്ലാ സിനിമയും കണ്ടുകൂടെ, പൈസ മുടക്കാതെ കണ്ടുകൂടെ. പക്ഷെ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം അത് ഓരോ സിനിമ പ്രാവശ്യം കാണാൻ കഴിയും, പിന്നെ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞ നമ്മൾ കാലങ്ങളായി ചെയ്ത നമസ്കാരത്തിൽ നമുക്ക് അതിലേക്ക് ശ്രദ്ധ, ഓരോ വാക്കും പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ നല്ല ചിന്തകൾ നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അള്ളാഹുവിൻ്റെ ചിന്തയുള്ളവർക്ക് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധ മാറിപ്പോവുകയോ റക്അത്ത് എണ്ണം മാറിപ്പോവുകയോ ചെയ്താലും കുറ്റമൊന്നുമില്ല. പ്രവാചകനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
പറഞ്ഞത് നമ്മൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ മുറ പോലെ ആക്കി ചെയ്യണം. അങ്ങനെ ഉളൂ കൃത്യമായിട്ട് എടുക്കുക. അതുപോലെ പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്നുള്ളത് ചെല്ലാറില്ലായിരുന്നു. പിന്നെയാണ് കേട്ടത് അങ്ങനെ ചെല്ലണം. അങ്ങനെ ചെല്ലും, വലത് കാലിൽ വെച്ച് കയറാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ ഒരിക്കൽ പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ അവിടെ ഉളു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പള്ളിയിൽ ഒരാളെ കണ്ടാൽ സലാം പറയാൻ അറിയില്ല, തമാശ കൂടി പറഞ്ഞു. ഞാൻ ഈ ചെറുതാണല്ലോ, ഈയാണ് എന്നോട് സലാം പറയേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ സലാം പറയുന്നു കാത്തിരുന്നു. എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുക സലാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, ഒഴിവായി, മറന്നു എന്തൊക്കെ പറഞ്ഞിട്ടായി. പിന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഞാൻ പള്ളിയിൽ കയറുമ്പോൾ ഇപ്പോൾ ആരെ കണ്ടാലും സലാം പറയും. അപ്പോൾ അതാണ്. അപ്പോൾ ഓരോന്നോരോന്നും പഠിച്ച് വരികയാണ്. അപ്പോൾ മുറ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവും. വെറുതെ ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് ഒരു അലസമായ മനസ്സോട് കൂടി ചെയ്താൽ ഒന്നും പഠിക്കാനോ കേൾക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കവാടം എപ്പോഴും തുറന്നിട്ടിരിക്കണം. മനസ്സിലല്ലേ? അവരെ കുറേ മാറാലും ഇതൊക്കെ പിടിച്ചിരുന്നാൽ ആരും ഇങ്ങോട്ട് നമ്മളെ ഉപദേശിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരോടും ചാടിക്കളിച്ച് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരാളാണ്, ആരും നമ്മളെ ഉപദേശിക്കില്ല. അവനോട് ഉപദേശിച്ചാൽ അവൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉപദേശിച്ചാൽ അപ്പോൾ അവർ തർക്കുത്തരം പറയും. അങ്ങനത്തെ പോലെ ഉപദേശിക്കില്ല. അപ്പോൾ ആരും നമ്മളെ എത്ര ഉപദേശിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ഉണ്ടാതെ പരിപൂർണമായിട്ടും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഉപദേശങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ മുറപ്പോലെ നിർവഹിക്കുക. സക്കാത്ത് നൽകുക. സക്കാത്ത് കൃത്യമായിട്ട് നൽകുക. അള്ളാഹു അല്ലാതെ ആരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് ആ പള്ളികൾ, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശികൾ. വെച്ചാൽ മസ്ജിദുൽ കഅബയുടെ പരിപാലകർ എന്നുള്ള അഹങ്കാരം ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നല്ലോ. അവരാണ് എന്നിട്ട് പ്രവാചകനെ ആട്ടുപൊടിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ കഅബയുടെ പരിപാലകരാണ്, ഞങ്ങളെക്കാൾ വലിയൊരു ആരുമില്ല, അല്ലേ? ഇപ്പോഴത്തെ സുന്നികൾ ചെയ്യുന്ന മാതിരില്ലേ, സുന്നികൾ ഞങ്ങളാണ് പണ്ടേക്കും പണ്ടുള്ള ആൾക്കാരാണ്, ഞങ്ങളാണ് മെജോറിറ്റി കൂടുതൽ, ഞങ്ങളുടെ കീഴിലാണ് ഒരുപാട് പള്ളികൾ, സ്ഥാപനങ്ങൾ, ഖബർസ്ഥാൻ ഞങ്ങൾക്കാണ്. സുന്നി ഖബർസ്ഥാനിൽ നിന്നും ഒരു നിശ്ചിത അതിരുകൾ എടുക്കുകയാണ് മുജാഹിദിൻ്റെ ആൾക്കാർ. മനസ്സിലെ നമ്മളെ കുന്നത്തുപാലിൽ മുജാഹിദ് പള്ളിയുണ്ട്. അപ്പോൾ അവർക്ക് ഖബർസ്ഥാനം വേണമെന്നൊരു വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? സുന്നിപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് കുറച്ച് സ്ഥലം വാങ്ങി ഇവർക്ക് മുജാഹിദിന് വേണ്ടി ആക്കി. കാരണം മുജാഹിദുകൾക്ക് വേറെ ആയിട്ട് ഖബർസ്ഥാനം വാങ്ങാൻ കഴിയില്ല. കാരണം ഖബർസ്ഥാനത്തിന് വേണ്ടി ആരും സ്ഥലം കൊടുക്കില്ല. ഒരു പ്രദേശത്ത് ഖബർസ്ഥാനം വരുന്നുണ്ട് എന്നാൽ ആരും ആ സ്ഥലം കൊടുക്കുകയോ സർക്കാർ പഞ്ചായത്ത് അനുമതി കൊടുക്കുകയും ചെയ്യില്ല. കാരണം ആ തൊട്ടടുത്തുള്ള വീടുകൾക്ക് ഭയമാണ് എന്നിട്ട് ഇപ്പോൾ റെസിഡൻസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു ഏക്കറോ അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം പോലും അങ്ങനെ കിട്ടില്ല. കൂടുതലോ കുറച്ചോ ഒരു ഖബർസ്ഥാനം വേണ്ടി ആരും സമീപവാസികൾ കൊടുക്കില്ല. സമീപവാസികൾ അനുവദിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും കിട്ടില്ല, പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല, വാങ്ങാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? സുന്നികളുടെ ഖബർസ്ഥാനിൽ ഒരു നിശ്ചിത സ്ഥലം പതിച്ചെടുക്കുക ചെയ്യുക, പൈസ കൊടുത്തിട്ട് പതിച്ചെടുക്കുക ചെയ്യുക. അങ്ങനെ കുന്നത്തെ കാലത്തും അങ്ങനെയാണ്. എൻ്റെ വലിയ മരിച്ചപ്പോൾ അവർ മുജാഹിദായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് അവർ നമ്മൾ മയത്ത് കൊണ്ട് ഇവരുടേതായ സ്ഥലത്ത് വേണ്ടി മറവ് ചെയ്തു. അപ്പോൾ പറഞ്ഞു പണ്ടേ ഈ ഖബർസ്ഥാനും പള്ളിയും ഒക്കെ ഉള്ള സുന്നികൾക്ക് തന്നെയാണ് സംഭവം ശരിയാണ്. പക്ഷെ അവർ അതും വെച്ചിട്ട്, ആ അഹങ്കാരം വെച്ചിട്ട് പല തിന്മകളും ചെയ്ത് കിട്ടുന്നുണ്ട്. ഷിർക്ക് ചെയ്യുന്നു, സംഘടിത സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു, ഈദ്ഗാഹ് നടത്താൻ സമ്മതിക്കുന്നില്ല, അല്ലെ? ഈദ്ഗാഹിലൊന്നും പോകേണ്ട, അവിടെ നായ്ക്കാട്ടവും പൂച്ചക്കാട്ടവും ഒക്കെ ഉണ്ടാവും. വലിയ പള്ളിയും ഏശിയൊക്കെ ഇട്ടിട്ടാണ് ഇവർ റോഡ് സൈഡിലും അവിടെയും പോയിട്ട് നിസ്കരിക്കുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ച് കാണാനും യുവതിയുവാക്കൾക്ക് പ്രേമസല്ലാപം നടത്താനും വേണ്ടിയിട്ടാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ ഈദ്ഗാഹ് കഴിഞ്ഞാൽ അവർക്ക് പല ഈ കളികൾ, ചാക്കിൽ ചാടി ഓട്ടം, അത് മറ്റേത് മറിച്ചത്, കസാലക്കളി, ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പ്രവാചകന് ഈ പെരുന്നാളിൻ്റെ അന്നും പാട്ട് പാടാനൊക്കെ അനുവാദം നൽകിയിട്ടുണ്ട്. പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ പാട്ട് പാടിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തടയുകയും പ്രവാചകൻ പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും ആഘോഷ ദിവസമുണ്ട്, നമ്മുടെ ആഘോഷ ദിവസമാണിത്, അവരെ തടയേണ്ട അബൂബക്കർ എന്ന് പറയും. അപ്പോൾ പെരുന്നാൾ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ യോഗവും
കസാലക്കളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളികളും സ്ത്രീകൾക്കും കുട്ടികൾക്കും സന്തോഷമുള്ള കളികളും ഒക്കെ നല്ലതാണ്. കാരണം അതുവഴി കുട്ടികളൊക്കെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായി. പണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ പോകുമ്പം ഞാൻ ശ്രദ്ധിച്ചു, ഒരു സജീവ ജമാഅത്ത് പ്രവർത്തകൻ്റെ മകന് സുന്നി കുട്ടികളുടെ കൂടെ സുന്നി പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇത് ഇവരെ മോനല്ലേ, ഇന്ന വ്യക്തിയുടെ മോനല്ലേ, മോനെന്താ സുന്നിപ്പള്ളിയിൽ പോകുന്നു. അപ്പോൾ അത് മക്കളൊന്നും പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ എന്താണ്, അവർ ചെറുപ്പത്തിൽ ആ സുന്നി കൂട്ടുകെട്ടുകളിൽ കൂടി പോയിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. പൊതുവേ മുജാഹിദ് പ്രവർത്തകരും ജമാഅത്ത് ഇസ്ലാമിക്കാരും കുറവാണ്. അപ്പോൾ അവരുടെ മക്കളെങ്കിലും ഇതിൽ കൊണ്ടുവരണം. പുറമെ നാല് വീട്ടില്ലെങ്കിൽ സ്വന്തം മക്കളെങ്കിലും നമ്മൾ പ്രസ്ഥാന പള്ളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് എന്തുകൊണ്ട് കഴിയാത്തത്? ചെറുപ്പത്തിലെ കുട്ടികൾ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം പള്ളിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ പള്ളിയിൽ ഇതുപോലെ കളികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള കുട്ടികൾ തമ്മിൽ ബന്ധമാവും. പള്ളിയിൽ പിന്നെ മലർവാടി സംഘം, SIO ഇതിലേക്കൊക്കെ തന്നെ മക്കളേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർ തമ്മിൽ ഒരു ഐക്യം വരും. അങ്ങനെ അവർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരുമിച്ച് പള്ളിയിൽ വരുമ്പം വെള്ളിയാഴ്ച സ്കൂൾ വിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് വരും. അങ്ങനെ പള്ളിയായിട്ട് ബന്ധമുണ്ടാകും. അപ്പോൾ മക്കളെയും കുടുംബങ്ങളെയൊക്കെ പള്ളിയിലേക്ക് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെരുന്നാൾ ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയ വിനോദങ്ങളും ഒക്കെ ഏർപ്പെടുത്തുന്നതും പൊതുയോഗങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവരിക ഒക്കെ ചെയ്യാം. അതാണ് പണ്ട് സുന്നിപ്പള്ളിയിലത്തെ അവസ്ഥ എനിക്കറിയാൻ വേണം. സുന്നിപ്പള്ളി പോയപ്പോൾ ഒരു ഇമാമ് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിക്കുമ്പോഴും ഈ കുട്ടി ഇങ്ങനെ ചെറിയ ഒച്ചപ്പാടുണ്ടാക്കും. നിസ്കരിച്ച് കഴിഞ്ഞപ്പം ഇമാമ് ആമീൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിയും ആമീൻ പറയുകയും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയും മുടക്കം അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് ഇമാമിന് ഭയങ്കര എന്തോ ഒരു മോശക്കേടായി തോന്നിയിട്ടപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞ ഉടനെ പറഞ്ഞു, കുട്ടികളെയും കൊണ്ടാലും പള്ളിയിൽ വരരുത്, പള്ളിയിൽ വരികയാണെങ്കിൽ അച്ചടക്കത്തോടെ ഇരിക്കണം. ഇതൊരിക്കലും ഒരു മുജാഹിദ് പള്ളിയിലോ ജമാഅത്ത് ഇസ്ലാമി പള്ളിയിലോ ഒരു ഇമാം പോലും പറയില്ല. മുജാഹിദ് പള്ളിയിലും ജമാഅത്ത് ഇസ്ലാമി പള്ളിയിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ കരയുന്ന ഒച്ചയൊക്കെ കേൾക്കാം. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ കരയുകയും ഒക്കെ ചെയ്തു. ആരൊന്നും പറയില്ല. കാരണം അവർക്ക് കാലങ്ങളായി അവർ കണ്ട് ശീലിച്ചു വന്നതാണ്. സുന്നികൾക്ക് ഇതൊക്കെ എന്തോ വലിയതാണ്. അപ്പോൾ അതുവഴി അത് കേട്ടതോടുകൂടി പിന്നെ ആ പിതാവ് എന്തായാലും ഒരിക്കലും ആ കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുവരില്ല. അപ്പം പിന്നെ കുട്ടികൾക്ക് പള്ളിക്ക് ബന്ധം നഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികളെ പള്ളിയുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പ്രവാചകനൊക്കെ ഹസൻ ഹുസൈനുള്ള മക്കളൊക്കെ പ്രവാചകൻ്റെ തോളിൽ തൂങ്ങുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സ്കരിക്കുമ്പോൾ തോളിൽ തൂങ്ങും. സുജൂദിലൊക്കെ പോകുമ്പോഴൊക്കെ തോളിൽ തൂങ്ങും. സുജൂദിൽ പോകുമ്പോൾ താഴ്ത്തു വെക്കും. പിന്നെ മറ്റു ഇതിലാലൊക്കെ കുട്ടികൾ തോൽ എടുത്തുകൊണ്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുട്ടികളെ നമ്മൾ സ്നേഹിക്കുക. പൂച്ചകളെ ഇഷ്ടമായിരുന്നു. പൂച്ച കിടക്കുമ്പോൾ എന്ത് ചെയ്തു, ഉപ്പാറ്റിൻ്റെ കൈ മുറിച്ചിട്ട സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അത്രക്കും മൃഗങ്ങളെയും കുട്ടികളൊക്കെ സ്നേഹിക്കുകയൊക്കെ വേണം. സുന്നികൾക്കൊന്നും പറ്റില്ല. അവരെന്നെ വലിയ കൊമ്പന്മാർ. കുട്ടികൾ പള്ളി വരാൻ പാടില്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല, ഭയങ്കര കാർപ്പറ്റിൽ കിടക്കാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഇവർക്ക്. പറഞ്ഞു തന്ന ഇവർക്ക് അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ ഇവർക്ക് അവകാശമില്ല. ആരൊക്കെയാണ് പള്ളി പരിപാലിക്കേണ്ടതെന്ന് അള്ളാഹുലും മന്ദിരത്തിലും വിശ്വസിക്കണം. സുന്നികൾക്ക് അള്ളാഹുൽ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ ദർഗൻ്റെ മുമ്പിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. മമ്പർത്തങ്ങളെ ആപത്ത് വരുമ്പോൾ മമ്പർത്തങ്ങളെ വിളിക്കുന്നത് അള്ളാഹു വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സുന്നികൾക്ക് അള്ളാഹുടെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല. അന്ത്യദിനത്തിന് വിശ്വാസമില്ലവർക്ക് കാണാം. അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവർ ഇതൊന്നും ചെയ്യില്ലല്ലോ. ഫാത്തിഹയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അള്ളാഹ് എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്ന വാക്ക് ഇവർ പഠിക്കാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമില്ല. അപ്പം രണ്ടാമത്തതും സുന്നികൾ പെടില്ല. നമസ്കാരം മുറപ്പോലെ നിർവഹിക്കുകയും ചെയ്യണം. നമസ്കാരം പിന്നെ അവർ കുറേയൊക്കെ മുറപ്പോലെ നിർവഹിക്കുന്നുണ്ടെന്ന് കരുത വേണമെങ്കിൽ. പക്ഷേ അതിൻ്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല. ജുമാ നമസ്കാരം വെള്ളിയാഴ്ച ജുമാ നമസ്കാരം പരിപൂർണ്ണയിൽ എത്തുന്നില്ല. കാരണം ജുമാ വെച്ചാൽ കുത്തുബ പ്രാർത്ഥന വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണമല്ലോ. അത് ചെയ്യുന്നില്ല. അറബിയിൽ പറഞ്ഞു കൊടുത്താൽ കുറേ കുഞ്ഞാടുകളെ കൂടെ നിർത്താൻ കഴിയും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരും. വീടും വെച്ച് കഴിഞ്ഞാൽ ചോദ്യം വരുമല്ലോ. പല കാര്യങ്ങളും ചില ജനങ്ങൾ മറച്ചു വെക്കുകയാണ്. പല ആൾക്കാരൊക്കെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് നമ്മളെ കണ്ണങ്കണ്ടി ഇലക്ട്രോണിക് ഷോപ്പ് കോഴിക്കോട്, ഇവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് AC വാങ്ങുമ്പോൾ കോപ്പർ കോയിലുള്ള നോക്കി വാങ്ങണം. അത് കേട്ടതോടു കൂടിയാണ് ആൾക്കാർ
ഏത് AC വാങ്ങുമ്പോൾ കോപ്പർ കോയിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സത്യം പറഞ്ഞു കൊടുത്തത് ഇവരാണ്. AC മറ്റുള്ളവരൊന്നും പറയില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയില്ല. ഈ കണ്ണങ്കടി ടീമുകൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനൊക്കെയാണ്. ഞാൻ അയാളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് ഇങ്ങനെ സത്യം തുറന്ന് പറയാനൊക്കെ കഴിയുള്ളൂ. പറഞ്ഞു വെച്ചാൽ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും, നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ സുന്നികൾ മലയാളത്തിൽ കുത്തുബ നിർവഹിക്കാത്തത്. ജനങ്ങൾക്ക് വിവരം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും അറബിയിലൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവർ മലയാളം പറയും, കിടപ്പറ രഹസ്യങ്ങൾ, മണിയറയിൽ പാലിക്കേണ്ട മര്യാദകൾ, ആർത്തവ രക്തത്തിനെ പറ്റി കാര്യങ്ങൾ, എപ്പോഴാണ് ഹൈൽ രക്തം പുറപ്പെടുക, അതിനെപ്പറ്റി ഹൈൽ രക്തം പുറപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഇവിടെ പാതിര പ്രസംഗങ്ങൾ ഉണ്ടാവുക. നോമ്പ് കാലത്തും അല്ലാതൊക്കെ വയലുണ്ടാവുമല്ലോ രാത്രി സമയത്ത്. അത് ഇങ്ങനത്തെ വിഷയമാണ് മൂല്യന്മാർക്ക് വലിയ ഇഷ്ടം, ഒക്കെ കേൾക്കാൻ പെണ്ണുങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇസ്ലാമിൽ നിരക്കാത്തവരാണ് അധികം സുന്നികൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒന്നും അർഹരല്ല. അപ്പോൾ സക്കാത്ത് നൽകുന്നില്ല, യഥാവിധി നൽകുന്നില്ല. എന്തെങ്കിലും നാണയത്തൊട്ടുകളാണ് നൽകുന്നത്. അവിടെ പിന്നെ 27 പറഞ്ഞിട്ട കുറേ സ്ത്രീകൾ ഓരോ വീട്ടിലും വന്ന് അതിലും മുട്ടും. അപ്പം എന്തെങ്കിലും 10 5 പണ്ടൊക്കെ 5 രൂപ 10 രൂപ ആയിരുന്നു, ഇപ്പോൾ 50 രൂപ ആയിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ നാണയത്തൊട്ടുകളാണ് ഈ സുന്നികൾ കൊടുക്കുന്നത്. സമയം ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ടൊക്കെ നല്ല സംഖ്യ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസം ലീഗുകാരെ പിന്നെ കിറ്റ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ സുന്നിപ്പള്ളി പോകുന്നുണ്ട്, ഒരാൾ എനിക്ക് തന്നതാണ് കിറ്റിൻ്റെ ഇത് കാർഡ് തന്നു, ടോക്കൺ തന്നു. ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അത്രക്ക് നല്ല മോടിയുള്ള വസ്ത്രമൊന്നും ധരിക്കാറില്ല. അപ്പം പിന്നെ അയാൾ തോന്നുന്നുണ്ട് ഞാൻ പാവപ്പെട്ടവനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പോവാം, പൊതുവെ പാവപ്പെട്ടവനാണ് കേട്ടോ, സെക്യൂരിറ്റിക്കാരനൊക്കെ ആണ്. പക്ഷേ അങ്ങനെ വലിയ കുടുംബക്കാരൊക്കെ ആണ്. വീട്ടിലൊരു ചെറിയ ഞാനോ കാറുണ്ട്, ബൈക്കുണ്ട്. സക്കാത്തിന് അർഹനാണോ ചോദിച്ചാൽ അർഹനാണ്, അല്ലാന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തന്നത് ഞാൻ വാങ്ങിക്കാനും നിരസിക്കുന്നത് മോശമാണ്, നിരസിക്കുന്നത് അഹങ്കാരമാണല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങി. പോയപ്പോഴോ 2 മണിക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട്. എന്നിട്ട് ഇവരെന്താണ് ഒരു യോഗം വെച്ചിരിക്കാം. യോഗത്തിൻ്റെ ലീഗ് ഹൗസിൽ അവിടെ അവർക്കതായത് സൗധം, കുറ്റിക്കാട്ടൂർ ഒരു CH സൗധം എന്ന് പറഞ്ഞ വലിയൊരു സൗധം ഉണ്ടാക്കിയിട്ടുണ്ട്. 4 നില ബിൽഡിങ്. അത് 4ാമത്തെ നിലമേല സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. അതിൻ്റെ ഇടയിൽ ഒരാൾ, കാലിന് വയ്യാത്ത ആൾ വടിയും കുത്തി വന്നു. അപ്പം അയാൾ മറ്റൊരു പറഞ്ഞ് കയറാൻ കഴിയില്ല, കുറേ സ്റ്റെപ്പ് ഉണ്ട് കാണും. അപ്പോൾ അയാൾക്കൊരു സ്റ്റൂള് മുകളിൽ നിർത്തി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷേ ഒരു പരിപാടി നടക്കുന്ന യോഗത്തിൽ നിന്ന് സ്റ്റൂൾ എടുത്ത് വരിക എന്നൊന്നും മോശമല്ലാണ്ട് പിന്നെ ഞാനവിടെ പോയി ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരുത്തൻ കുറേ പ്രസംഗിച്ചു, ലീഗുകാരെ മഹിമ അങ്ങനെ ലീഗുകാരാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഞ്ഞി വിതരണം ചെയ്ത് തുടങ്ങിയാണ്, ഇപ്പം ഇതുവരെ എത്തി. അങ്ങനെ ഈ വലിയ ബിൽഡിങ്ങൊക്കെ ഞങ്ങൾ കയ്യിലാണ്. കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളേതാണ്, ഭയങ്കര പത്രാസ് പറയാം. ഇതൊക്കെ സ്ത്രീകളുണ്ട് പുറകിൽ, ആണും പെണ്ണും ഒക്കെ ഒരു ഹാളിൽ കുത്തിരിക്കുക. അപ്പോൾ അതിന് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. വെള്ളിയാഴ്ച ജുമാക്കാണ് സ്ത്രീകൾ വരുന്നതിന് പ്രശ്നം, പള്ളിയിൽ സ്ത്രീകൾ വരുന്ന പ്രശ്നം. ഇങ്ങനെ യോഗത്തിൽ ഇരുന്നിട്ട് പൊങ്ങച്ചം കേൾപ്പിക്കുന്നതൊന്നും കുഴപ്പമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പണിയെടുക്കണം അവർക്ക്, മനസ്സിലെ നോമ്പ് തുറക്കുള്ള സാധനം. അപ്പോൾ അതിന് വേണ്ടി ഒരു ക്ഷമയോട് കേട്ടിരിക്കുക. എന്നിട്ട് ഒരുത്തൻ കഴിഞ്ഞിട്ട് വേറൊരുത്തൻ പ്രസംഗിക്കുക, വേറൊരുത്തന് കുറേ ദുആയിരുന്നു, ഒരു 5-10 മിനിറ്റോടെ ദുആയിരുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുത്തന് സകാത്ത് കൊടുക്കുന്ന കിറ്റ് വാങ്ങുന്ന ഫോട്ടോ എടുത്ത് എന്നിട്ടൊക്കെയാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു മേലാളന്മാരായി തീരാൻ വേണ്ടിയിട്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളി അങ്ങനെയൊന്നുമില്ല. ഒരു രഹസ്യമായിട്ട് അവിടെ വെക്കും. നിസ്കാരം കഴിഞ്ഞാൽ വിളിക്കും, ഷാനവാസ നമുക്കൊരു കിറ്റ് ഉണ്ട് കേട്ടോ, എടുത്തുകൊണ്ട് ഞാൻ. അപ്പോൾ ഒരു സാധനം നേരം വയ്ക്കൂല, വേഗം വാങ്ങി പോവുക. ചിലപ്പോൾ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ചിലപ്പോൾ ടോക്കൺ തരും. ഏതെങ്കിലും ഷോപ്പ്, കുറ്റിക്കാട്ട് ഏതെങ്കിലും ഷോപ്പ് കൊടുത്താൽ മതി, സാധനം തരുന്നവർ. അതുപോലെ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇസ്ലാമിനെ യഥാവധി ഉൾക്കൊള്ളുന്നത് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പ്രവർത്തകരുമാണ്. സുന്നികൾക്ക് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കാൻ അർഹരല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായത്തിൽ പഠിക്കുകയും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് വിലയിരുത്തുകയും ഇപ്പോഴത്തെ പ്രസ്ഥാനങ്ങളിൽ നല്ലവരാരാണ് ചീത്തരാരാണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ ഉരക്കല്ലായി മാറാൻ ഈ
ഖുർആൻ എടുക്കലായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.